നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിലുള്ളത് ജീവൻ മൂവിയുടെ നായിക കഥാപാത്രമായിട്ടുള്ള പ്രീതി ക്രിസ്റ്റീന പോൾ. നമസ്കാരം. നമസ്കാരം. പിന്നെ എങ്ങനെയുണ്ട് പുതിയ സിനിമ? 13th റിലീസാണ്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ജീവൻ എന്നാണ് സിനിച്ചേട്ടൻ ചെയ്തിരിക്കുന്ന മെയിൻ കഥാപാത്രത്തിൻ്റെ പേര്. ജീവൻ്റെ വൈഫായിട്ടുള്ള റോളാണ് ഞാൻ ചെയ്യുന്നത്. കായൽ എന്നാണ് ഇതിൻ്റെ പേര്. ഒരു ഗുഡ് എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. അപ്പം ഇതിനു മുന്നേ വേറെ പല ഭാഷകളിലുള്ള സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത്. മലയാളത്തിൽ ആദ്യത്തെയാണോ? അതെ, ആദ്യത്തെയാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോറി വന്നപ്പം ചൂസ് ചെയ്യാൻ എന്താ റീസൺ? ഒരു മദ്യപാനം ബേസ് ചെയ്തൊരു മൂവിയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് സിനിച്ചേട്ടനാണ് ഈ കഥ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അഭിനയിക്കുക എന്നുള്ള രീതിയിലല്ലേ കഥ കേൾക്കുന്നത്. സിനിച്ചേട്ടന് ഒരു മൂവി അഭിനയിക്കാൻ വന്നു എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രിപ്റ്റ് ഫുൾ കേൾക്കായിരുന്നു ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ട്. ആ ഫ്രണ്ട് ത്രൂ ആണ് ഞാൻ ഈ മൂവിയിലേക്ക് വരുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര അടിപൊളി സ്റ്റോറി ആയിട്ട് തോന്നി. ആൻഡ് എസ്പെഷ്യലി ആസ് എൻ ആക്ടർ ഫോർ സിനിച്ചേട്ടൻ ഫസ്റ്റ് മൂവിയിൽ ഇത്രയും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സാധനം ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇറ്റ്സ് വെരി നൈസ് എന്നൊക്കെ. പിന്നെ കുറേ നാളെ എൻ്റെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഇതിൽ കായൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്, നീ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് വീണ്ടും കേട്ടു. ബിക്കോസ് നമ്മൾ അന്ന് കേൾക്കുന്ന ജീവൻ ത്രൂ ആണല്ലോ, ജീവൻ്റെ മാത്രമായിരുന്നു മനസ്സിലായത്. അപ്പോൾ പിന്നെ കായലിൻ്റെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു അടിപൊളി ക്യാരക്ടറായിട്ട് തോന്നി. അപ്പോൾ ചെയ്യാൻ അതാണ് റീസൺ. ഇതിപ്പോൾ കൂടുതലും എന്താ പറയുക, പുതിയ മുഖങ്ങളാണ് കൂടുതൽ ഈ ചിത്രത്തിൽ വരുന്നത്. അപ്പോൾ ഇത്രയും പുതിയ ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഇതിന് മുന്നേ വേറെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണല്ലോ. എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ആക്ച്വലി എൻ്റെ മോസ്റ്റ് ഓഫ് ദ സീൻസ് സിനിച്ചേട്ടനായിട്ടാണ്. ഈവൻ ദോ സിനിച്ചേട്ടൻ ഇത് ആദ്യമായിട്ട് അഭിനയിക്കുകയാണെങ്കിലും അങ്ങനെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരാളായിട്ടേ ഫീൽ ചെയ്യത്തില്ല. ബിക്കോസ് ഓൾമോസ്റ്റ് 32 മൂവീസ് ചേട്ടൻ DOP ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്ഡ് ആക്ടറായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. എനിക്ക് അങ്ങനെ ഒരു ചേട്ടൻ വെറുതെ ഇങ്ങനെ തമാശക്ക് പറയും സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ എനിക്ക് ഭയങ്കര പേടിയാന്നൊക്കെ. അത് ഫസ്റ്റ് 2 ഷോട്ട് കഴിയുമ്പോൾ എനിക്ക് മനസ്സിൽ ചുമ്മാ പറയുന്ന. ആക്ച്വലി പുള്ളി നല്ല ടാലൻറ്റഡ് ആണ്. ആൻഡ് പിന്നെ ഈ DOP കൂടി ആയത് കാരണം ഫുൾ ക്യാമറ ആൻഡ് ലൈറ്റിങ്ങിൻ്റെ ഫുൾ പരിപാടി അറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ചായിരിക്കും പുള്ളി നിൽക്കുന്നതും അഭിനയിക്കുന്നതൊക്കെ. അപ്പോൾ ഭയങ്കര ടെക്നിക്കലും കൂടി അറിയാവുന്ന ഒരു ആക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പം അറ്റ് എ ടൈം ഈ പറയുന്ന സിനു സിദ്ധാർത്ഥ് അറ്റ് എ ടൈം ബാക്ക് എൻഡിലും ഫ്രണ്ടിലും ഒരേപോലെ വർക്ക് ചെയ്യുന്നത്, ആ ഒരു ഇതെന്തായിരുന്നു? ലൈക്ക് ക്യാമറ ചെയ്യുന്നതും അതുപോലെ തന്നെ വന്ന് അഭിനയിക്കുന്നു, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു ചേട്ടൻ അത് കുറച്ചും കൂടി സ്ട്രെനുവസ് ആയിരിക്കും. ബിക്കോസ് ചേട്ടൻ എല്ലാ കാര്യങ്ങളും നോക്കണമല്ലോ. അഭിനയിക്കുക മാത്രമല്ല, ക്യാമറ, ലൈറ്റിങ്, എവറിത്തിങ്. മാത്രമല്ല ഭയങ്കര അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഉള്ള ഒരാളാണ്. അപ്പം ഇപ്പം ആർട്ട് പീപ്പിൾ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ പോലും പുള്ളിക്ക് അത് അവെയറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളീൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു ഡയറക്ടർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് അത്രയും ഒരു പ്രിസൈസാണ്. അപ്പോൾ ലൈക്ക് ഹാറ്റ്സ് ഓഫ് ടു ചേട്ടൻ. ബിക്കോസ് ഐ ഡോണ്ട് നോ ഹൗ ഹീ ഡിഡ് ഇറ്റ്. പക്ഷേ ഹീ എപ്പോഴും അഭിനയിക്കുമ്പോൾ ഒരു അവെയർ. ഇപ്പോൾ ക്ലൈമാക്സ് സീനിലാണെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ടെക്നിക്കൽ ഉണ്ടെങ്കിൽ പുള്ളി അവിടെ നിന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ ഞാൻ ചോദിക്കും, ചേട്ടാ 3 വാഷസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണോ? ലൈക്ക് ദാറ്റ്സ് ഹിം. സോ ഐ തിങ്ക് for him it was like a challenge, right? Actor and DOP. So I think he did very good job. ഇപ്പം ഇങ്ങനെ ഒരു ടോപ്പിക്കിൽ ഇറങ്ങുന്ന ഒരു മൂവി, അപ്പോൾ അത് സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലേക്ക് അത് എത്രത്തോളം വാല്യുബിൾ ആയിട്ട് വരും എന്ന് ചിന്തിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആൽക്കഹോൾ അഡിക്ഷൻ ടൈപ്പ് ഓഫ് മൂവീസ് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും ഇങ്ങനെ വ്യത്യസ്തം എന്ന് പറയാൻ ഇതിൻ്റെ സ്റ്റോറി ലൈൻ ആയിരിക്കും. ബേസിക്കലി ഇത് നമ്മളുടെ ഡയറക്ടറിൻ്റെ റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ ഒരു ജീവിച്ച ഒരാളുടെ കഥയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മളും ഒരുപാട് നമ്മുടെ ലൈഫിൽ, പേഴ്സണൽ ലൈഫിലും നമുക്കറിയാവുന്ന ഫ്രണ്ട്സിൻ്റെ ലൈഫിലും നമുക്ക് എപ്പോഴും കാണാം ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ, അവരുടെ ഫാമിലി ഗോ ത്രൂ ചെയ്യുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഒരു സോഷ്യൽ റിലവൻസ് ഉള്ള ഒരു മൂവിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു മെസ്സേജ് പറയാൻ വേണ്ടി അങ്ങനെയൊന്നും അല്ല എടുത്തേക്കുന്നത്. ഒരു ഫാമിലി എൻ്റർടൈനറാണ്. പക്ഷെ അതിൽ നടക്കുന്നൊരു സംഭവം ആണ് മെയിൻ. ഈ കായൽ എന്നൊരു കഥാപാത്രം ജീവന്റെ വൈഫായിട്ട് വരുന്നു. അതിനുശേഷം പിന്നെ ജീവൻ ഈ ഒരു ലൈഫിലോട്ട് മാറുന്നു. അപ്പൊ അതിനകത്ത് എങ്ങനെയാണ്, പിന്നെ മൂവി ഇറങ്ങിയിട്ടില്ലല്ലോ, പ്രേക്ഷകരോട് എങ്ങനെയാണ് ഇപ്പൊ ആളുടെ ഒരു ലാസ്റ്റിൽ എന്ത് പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതൊരു സിനിമേന്റെ ഒരു പാർട്ടാണ്. പക്ഷെ കായൽ എന്ന് പറഞ്ഞൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഗേൾ ആണ്. IT വർക്ക് ചെയ്യുന്ന ആളാണ്. ജീവനും IT വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരു മോളുണ്ട്, കനി എന്നുള്ള പേര്. അപ്പോൾ ഭയങ്കര ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. ഭയങ്കര ലവിങ് ആണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ജീവൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഇങ്ങനെ ഒരു ആൽക്കഹോൾ അഡിക്ഷൻ ആകുമ്പോൾ എന്താകും അവരുടെ ജീവിതം എന്നുള്ളത് ഒരു സംഭവമുണ്ട്. പിന്നെ വരാനിരിക്കുന്ന ഏതെങ്കിലും മലയാളം മൂവീസ്?
ഇപ്പോൾ ആഴി എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളം മൂവി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു IPS ഓഫീസർ റോളാണ് ചെയ്യുന്നത്. അതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവി ആഴി. ആഴി ആഴി അത് ആരുടെ മൂവിയാണ്? ആൽബിൻ വർഗീസ് എന്നാണ് ഡയറക്ടറിൻ്റെ പേര്. പുതിയ ടീമാണ്. പാതയോരങ്ങളെ എന്ന് പറഞ്ഞൊരു കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു സോങ് ഉണ്ട്. ആ സോങ് ഡയറക്റ്റ് ചെയ്ത ആളാണ്. ഒരു എന്താ പറയുക, ഒരു അടിപൊളി പടമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പ്രേക്ഷകരോട് എന്താണ് സിനിമയെ പറ്റി പറയാനുള്ളത്? ഇതൊരു നല്ല ഒരു എന്താ ഫാമിലി എൻ്റർടൈനറാണ്. പുതിയ ആൾക്കാരാണ് അഭിനയിച്ചേക്കുന്നത്. എന്താണ് ഒരു സോഷ്യൽ റിലവൻസ് ഉള്ളൊരു മൂവിയാണ്. ഡിസംബർ 13 അത് റിലീസാവുന്നത്. അപ്പോൾ നമ്മൾ ജീവൻ മൂവിയുടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ജീവൻ മൂവിയിലെ നായിക കഥാപാത്രം ചെയ്തിട്ടുള്ള പ്രീതി ക്രിസ്റ്റീന പോളാണ്. അപ്പോൾ ഇത്രയും സമയം നമുക്ക് തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു.